ഒരു വലിയ ഹോസ്പിറ്റലിലെ പ്രശസ്തനായ സർജൻ ഡോക്ടർ മാധവൻ ഒരു അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി വളരെ വേഗത്തിൽ ഓടിപ്പാഞ്ഞു വന്നു. അവിടെ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ രോഗിയായ കുട്ടിയുടെ അച്ഛൻ കടുത്ത ദേഷ്യത്തോടെയും സങ്കടത്തോടെയും അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താ ഇത്രയും ഉത്തരവാദിത്വമില്ലേ? എൻ്റെ മകൻ മരണത്തോട് മല്ലിടുമ്പോൾ ഇത്ര വൈകിയാണോ നിങ്ങൾ വരുന്നത്? അയാൾ ഡോക്ടറോട് തട്ടിക്കയറി കോപിച്ചു. ക്ഷമിക്കണം, ഞാൻ ആശുപത്രിക്ക് പുറത്തായിരുന്നു, സന്ദേശം കിട്ടി ഉടൻ ഓടിയെത്തിയതാണ് എന്ന് പറഞ്ഞ് ഡോക്ടർ അകത്തേക്ക് വേഗം കയറിപ്പോയി. മണിക്കൂറുകൾ നീണ്ടുപോയ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി. നിങ്ങളുടെ മകൻ സുരക്ഷിതനാണ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഡോക്ടർ വേഗത്തിൽ അവിടെ നിന്ന് നടന്നുപോയി. ഈ ഡോക്ടർക്ക് ഇത്ര അഹങ്കാരമോ? സർജറി കഴിഞ്ഞ് വിവരങ്ങൾ കൃത്യമായി പറയാൻ പോലും നിൽക്കാതെ അയാൾ പോയി കളഞ്ഞല്ലോ എന്ന് അച്ഛൻ അവിടെ നിന്ന് ശോഭിച്ച് പറയുന്നുണ്ടായിരുന്നു. നഴ്സിനോട് പരാതിയും പറഞ്ഞു. അപ്പോൾ ആ നഴ്സിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവർ പറഞ്ഞു, ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഏക മകൻ ഒരു അപകടത്തിൽ മരിച്ചു. അതിൻ്റെ ചടങ്ങുകൾക്കിടയിൽ നിന്നാണ് നിങ്ങളുടെ മകൻ്റെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം ഓടിയെത്തിയത്. ആ വാക്കുകൾ കേട്ടതും പിതാവ് തൻ്റെ മുൻകോപത്തെയും അക്ഷമയും ഓർത്ത് ലജ്ജിച്ച് തല താഴ്ത്തിപ്പോയി. മറ്റൊരാളുടെ ജീവിത സാഹചര്യങ്ങളോ അവർ കടന്നു പോകുന്ന വേദനകളോ എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാതെ നമ്മൾ അവരെക്കുറിച്ച് ഒരിക്കലും തെറ്റായ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ പാടില്ല. നമ്മൾ അറിയുന്നതും നമ്മൾ കേട്ടതും ഒന്നുമായിരിക്കില്ല എതിരെ സംഭവിച്ചത്. അത് ആദ്യം അറിയാൻ ശ്രമിക്കുക. ഈ ഡോക്ടറുടെ കഥ നമ്മുടെ മനസ്സും കണ്ണും തുറപ്പിക്കേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.